അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ആണ്. ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോനൊപ്പം നമ്മൾ 2-3 കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാക്കുന്ന ക്ലോത്ത്, പിന്നെ എന്താണ് 2-3 കാര്യങ്ങൾ. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് നോക്കല്ലേ എങ്ങനെയും വൃത്തികേടായിട്ടുണ്ട്. കാരണം തിരക്കിനിടയിലെല്ലാം വാരി വലിച്ച് കൊണ്ടിട്ടിട്ട് കാണണ്ടക്കോ എനിക്ക് നിങ്ങളെ കാണിക്കാൻ തന്നെ നല്ല ചമ്മലുണ്ട്. കാരണം അത്രയും വൃത്തികേടായിട്ടുള്ള ഇങ്ങനെ ഞാൻ ആക്കലില്ല. എൻ്റെ ഫ്രിഡ്ജ് പേപ്പറൊക്കെ ആകെ മുഷിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രീസറിലും അത്യാവശ്യം നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫുഡ് ബാക്കി കൊണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നന്നായിട്ട് വൃത്തി വേണം. അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്രിഡ്ജിൻ്റെ ഡോറ് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുക, പ്ലഗ് അങ്ങ് ഊരിയെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ശേഷം ഫ്രിഡ്ജ് തുറക്കാൻ തുടങ്ങാം കേട്ടോ. ഇനി ഏറ്റവും നല്ലത് വീട്ടിൽ വേറെ ആരെങ്കിലും ഉള്ള സമയത്ത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മേൽഭാഗം തുടച്ചെടുക്കാം. മേൽഭാഗത്ത് നന്നായിട്ട് പൊടി ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടെ തുടക്കലുണ്ട്, എന്നാലും അത്യാവശ്യം നന്നായിട്ട് പൊടിയുണ്ട് എൻ്റെതും. വീക്കിലി നമ്മൾ ഫ്രിഡ്ജിൻ്റെ മേലെ ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നന്നായിട്ട് പൊടി ഫ്രിഡ്ജിൻ്റെ മേലത്ത് പോയിട്ട് നിൽക്കും. നമ്മളിപ്പോൾ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു 1-2 മണിക്കൂർ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഫ്രിഡ്ജിൻ്റെ മേലെയെങ്കിലും തുടച്ച് വൃത്തിയാക്കി വെക്കുക. അലർജിയുടെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കിച്ചണിൽ ആ ഫ്രിഡ്ജ് ഉള്ളതെങ്കിലും നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ മേലത്തെ പൊടിയൊക്കെ നമുക്ക് ഫുഡ് ഐറ്റംസ് നമ്മൾ കൊണ്ടാക്കുന്ന മെയിനായ ഒരു സ്ഥലമാണല്ലോ ബാക്കി വരുന്ന ഫുഡ്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് എപ്പോൾ നല്ല ക്ലീനായിട്ട് ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പലരും മറന്നു പോകുന്ന കാര്യമാണ്. ഫ്രിഡ്ജ് തുറന്നാൽ നമുക്ക് ഒക്കാനം വരുന്ന പല ഫ്രിഡ്ജും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൺമുന്നിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കി വെക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് എൻ്റെ ഫ്രിഡ്ജിന് വീതി കൂടിയ തട്ടാണ്, അത് എടുത്ത് കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഡോറിൻ്റെ തട്ടൊക്കെ ഞാൻ എടുത്ത് കഴുകുന്നുണ്ട്. അതെന്തായാലും കഴുകണം. കുറേ ആയിട്ട് നല്ലോണം കച്ചറുണ്ട്. പിന്നെ സോയാ സോസൊക്കെ മറിഞ്ഞിട്ട് ഒരു കളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് അവിടെ വെച്ച്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ ഇതിൽ ഒന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ വിരിക്കാനുള്ള ഇതും, പിന്നെ രണ്ടാമത് നമ്മുടെ ക്ലോത്ത്, നല്ല നമ്മളെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തുടക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേപോലെ നല്ല ക്ലോത്ത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് നമ്മളെ ഡൈനിങ് ടേബിൾ തുടക്കാനും പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഗ്ലാസ് തുടക്കാനും ഒക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒരു ബോട്ടിലുണ്ട്, അതിലേക്ക് നമ്മൾ ലിക്വിഡ് ഇതേപോലെ അയച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് തുടക്കുമ്പോൾ നന്നായിട്ട് വൃത്തി കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പിന്നെ എന്താണ്, തുടച്ചാൽ വൃത്തിയാക്കി കിട്ടുന്നൊരു ക്ലോത്ത് ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്നുള്ളത്. ഇപ്പം നമ്മൾ മോപ്പിൻ്റെ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ മോപ്പിനോടൊപ്പം എൻ്റെ അടുത്ത് ക്ലോത്ത് ഉണ്ടോ മോപ്പിനൊപ്പം അയക്കാനായിട്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചത്. ഇത് യൂസ് ചെയ്തു, നല്ല റിസൾട്ടാണ്. നമ്മളെ ഡൈനിങ് ടേബിൾ തുടക്കാനും നമ്മളെ സ്റ്റെയർ കേസിൻ്റെ ഗ്ലാസ് തുടക്കാനും. ഞാനിപ്പോൾ ഫ്രിഡ്ജ് തുടച്ച് കാണിച്ചു തരാം. മറ്റൊന്നും ക്ലീൻ ചെയ്യുന്ന എന്താ പറയുക, എനിക്ക് ഈ ഒരു തിരക്കിനിടയിൽ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൻ്റെ ഈ ഒരു തട്ട് ഞാൻ എപ്പോഴും എൻ്റെ ക്ലീനിങ് വീഡിയോ ഒരുപാട് ഫ്രിഡ്ജിൻ്റെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഞാൻ എടുത്ത് കഴുകിയിട്ട് കൊണ്ടാക്കലുണ്ട്. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. എന്ന് വെച്ചാൽ എടുത്ത് കഴുകാൻ്റെ ആവശ്യം ഇപ്പോൾ എനിക്ക് വരുന്നില്ല ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ. അതിൻ്റെ തൊട്ട് ബാക്കിലൊരു സ്ക്രബ്ബർ ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആദ്യം ലിക്വിഡ് സ്പ്രേ ചെയ്യുക, അതിനുശേഷം സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈപ്പറും ഇതിൻ്റെ മേലെ തന്നെ ഉണ്ട്, വേണമെങ്കിൽ വൈപ്പ് ചെയ്ത് നമ്മൾ ടേബിളൊക്കെ തുടക്കുന്നതാണെങ്കിൽ ഈസിയാണ്. നമുക്കൊരു പരിപാടിയൊക്കെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ തുടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണല്ലോ. അപ്പോൾ ഇതേപോലെ വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അത്ര ഞാനിപ്പോൾ താഴത്തേക്ക് പോയാൽ ബുദ്ധിമുട്ടല്ലേ എനിക്ക് തുടച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക, അത്രയും പണിയുള്ളൂ കേട്ടോ. എനിക്ക് നല്ലൊരു ഈസി ആയിട്ട് തോന്നി. കാരണം ഞാനിത് ഓരോന്നും വലിച്ച് പുറത്തേക്ക് എടുത്ത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകി പിന്നെ അത് തുടച്ച് രണ്ടാമത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം, ഞാനതാ പറഞ്ഞ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എനിക്ക് ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് ഏകദേശം ടൈം എടുക്കലുണ്ട്. ഈ ഒരു ഇത്രയും വീതി കൂടിയ ഫ്രിഡ്ജ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ചോറ് വെച്ച് ബാക്കി വന്ന് എന്താ പറയുക ബിരിയാണിയൊക്കെ വെച്ചിട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ടാസ്ക്കാണ്. എന്നാലോ പിറ്റേ ദിവസം അത് ചൂടാക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക് വീണ്ടും മാറ്റണം. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം മോഡലൊക്കെ പഴയതുപോലെ തോന്നുമെങ്കിലും നമുക്ക് ആ ഒരു ബിരിയാണി നമുക്ക് അതുപോലെ ഇതിലേക്ക് കൊണ്ടുപോയി വെക്കാം. കണ്ടില്ലേ, ഇതിങ്ങനെ തേച്ചെടുത്ത് നമുക്ക് വൃത്തിയാക്കാം. ഇതേപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ടേബിൾ, അതേപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഗ്ലാസ് ഒക്കെ ഞാൻ ഇതിനെ കൊണ്ട് ക്ലീൻ ചെയ്തതിനെ നന്നായിട്ട് യൂസ് ചെയ്തൊരു സംഭവമാണ്.
നമുക്ക് ഉപയോഗമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ ഒരു തുണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും വെയിറ്റ് ഒന്നുമില്ല, നല്ലപോലെ ക്ലീനായി കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞത് വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ശരിക്കും ആ ഒരു ക്ലോത്തിൻ്റെ മേൽ ബെൻസിൻ്റെ ചിഹ്നമാണുള്ളത്. വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തുടക്കാൻ പറ്റുന്ന ആ ഒരു ക്ലോത്ത് പോലെ നമുക്ക് അത്രയും നല്ലൊരു ക്ലോത്താണ്. പിന്നെ തുടച്ചപ്പോൾ നന്നായിട്ട് ക്ലീൻ ആകുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു സൈഡൊക്കെ നമ്മൾ ഇത് പൊന്തിച്ചിട്ടൊന്ന് തുടച്ചെടുക്കണേ. നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങ് പുറത്തേക്ക് എടുക്കുന്നില്ലല്ലോ ഓരോ തട്ടും. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഫുള്ള് ഉൾഭാഗം വൈറ്റ് ആണെങ്കിൽ ഞാൻ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജ് കൊണ്ടാക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ കാണുന്നില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. അല്ലാണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ വീണിട്ടും മറിഞ്ഞിട്ടും ഒരുപാട് ദിവസം നമ്മൾ തുറക്കാതിരുന്നിട്ടും അതൊക്കെ അവിടെ പിടിച്ചിട്ട് മഞ്ഞ പിടിച്ച് കിടക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറും തുടച്ചെടുക്കാം. ഡോറ് തുടച്ചെടുത്താൽ നല്ലപോലെ ഈ ഒരു തുണിയോട് തുടച്ചിട്ടില്ല എൻ്റെ അത്രയും സ്ക്രാച്ച് വീണിട്ടുണ്ടായിരുന്നു ഡോറിന്. കാരണം പല കാര്യങ്ങൾ കുട്ടികളെല്ലാം പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് മഞ്ഞൾ തേക്കുക, അരിപ്പൊടി തേക്കുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്നിട്ട് അതൊക്കെ ബാക്കി എടുത്ത് ഫ്രിഡ്ജ് കൊണ്ടാക്കും. വീണ്ടും അവരെടുക്കും, ഒട്ടും സൂക്ഷിക്കുകയില്ല. ഞാനാണ് ഈ തിരക്കിനിടയിൽ അവരങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് അത് ഉണങ്ങി പിടിച്ച് ആ ഒരു സ്ക്രാച്ച് ഡോറിലൊക്കെ ആയാലായിരിക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവുക. അല്ലാണ്ട് ഞാൻ ഇപ്പോൾ അധികം വീട്ടിലില്ലാത്ത സമയത്തൊക്കെ അവർ ചെയ്യുമോ. എനിക്ക് ഏറ്റവും വലിയ ഒരു പണി ഇപ്പം ഫ്രിഡ്ജിന് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ഇപ്പം നിങ്ങൾ കണ്ടില്ല, നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ. ചില തുണിയോട് തുടച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ സ്ക്രാച്ച് ഉണ്ടാവും, പൊടി ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വേഗം പിഴിയാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഒരു ഒരു ക്ലോത്താട്ടോ ഇത്. എന്നോട് എത്രയോ റിക്വസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു, ഈ ഒരു ക്ലോത്ത് വേണോ, ഇത്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് പരിചയപ്പെടുത്തത്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു റോൾ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു റോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും നിങ്ങൾക്ക് തരുന്നതാണ്. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് പോയി വാങ്ങിക്കാൻ ഭയങ്കര മടിയായിരിക്കും, തൊട്ടടുത്തൊന്നും കിട്ടാനുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്നത് കേട്ടോ. വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന് അളവ് എന്ന് പറഞ്ഞാൽ റോളാണിത്. അളവ് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ആദ്യം എൻ്റെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ കറക്റ്റ് മെഷറിങ് എടുത്തു ഓരോ തട്ടിൻ്റെയും. എന്നിട്ട് ആ പേപ്പർ വെച്ചിട്ട് കറക്റ്റായിട്ട് അങ്ങ് മുറിച്ചെടുത്താൽ നമുക്ക് വേഗം മുറിച്ചെടുക്കാൻ പറ്റുന്നത്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കുക ഓരോ ലെയറിനും കറക്റ്റായിട്ട്. അതേപോലെ 3 ലെയർ ഞാൻ കറക്റ്റ് അളവിൽ മുറിച്ചെടുത്തു. പിന്നെ കഴുകി തുടച്ചിട്ട് ആ ഒരു നമ്മുടെ ഡോറിൻ്റെ ആ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കും ഈ ഒരു റോളായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അളവ് പ്രകാരം മുറിച്ചിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. മറ്റേത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഓൺലൈനിലൊക്കെ ഷീറ്റ്. അതാവുമ്പോൾ എന്ന് വെച്ചാൽ ഓരോ ഫ്രിഡ്ജും ഓരോ സൈസായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒക്കെ ഫ്രിഡ്ജ് തന്നെ പലവിധ സൈസിലാണ് വരുന്നത്. അപ്പോൾ അതിനൊന്നും മാച്ച് ആവില്ല. ഈ റോളാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ തോന്നിയത് ഇങ്ങനെ നമുക്ക് കറക്റ്റ് നമ്മളെ തട്ട് കണക്കിനും ഇതേപോലെ ഡോറിലും വിരിച്ചു കൊടുക്കാം. ഡോറെല്ലാം വൈറ്റ് കളറാണ്. നമ്മൾ ഒന്നാമത് സോസും പല കാര്യങ്ങളും കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് തന്നെ ഡോറിലൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു വൈറ്റ് കളറിൽ എന്തെങ്കിലും മറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതവിടെ പിടിച്ച് കിടക്കും. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ടച്ച് ചെയ്തത്, അതുകൊണ്ട് അത്യാവശ്യം മിസ്റ്റേക്ക് ഉണ്ടാവും വീഡിയോക്ക്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കാം. അപ്പം നമ്മളെ ഫ്രിഡ്ജിൻ്റെ വോള് ടൈല് ഒക്കെ തിളങ്ങുന്ന കണ്ടില്ല നിങ്ങൾ. നന്നായിട്ട് ഈ തുണിയോടെ തുടച്ചിട്ട് തിളങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം നല്ലോണം സ്ക്രാച്ച് ഇല്ലാണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന് നാളാന്ന് പറഞ്ഞ് കുറേ ദിവസമായി ഫ്രിഡ്ജ് തുടക്കാൻ ഇങ്ങനെ മടിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ മടിഞ്ഞ് നിൽക്കണ്ട കേട്ടോ. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ ഫ്രിഡ്ജൊന്നും കുറേ ദിവസം തുടച്ചിട്ടായിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. കാരണം നമ്മളെപ്പോഴും ഫ്രിഡ്ജ് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ബൈ.